Hi everyone, welcome back to Avanor English Hub. Let's continue with our grammar series. In part 1, 2 and 3, we discussed parts of speech, nouns and pronouns. Today, in part 4, we are going to learn about another important part of speech, that is the verb. A verb is the heart of a sentence because it tells us what a person, animal or thing does or what state it is in. So, let's begin our journey into the world of verbs. നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെന്റൻസിലെ ഹാർട്ട് ആണ് എന്ത് verb എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാം. Verb is a word that expresses an action, a state or an occurrence, something that happens. ഒരു സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെന്റൻസിലെ ഒരു വേർഡ് ആണ് എന്ത് വേർബ്. പക്ഷെ ആ ഒരു വേർബ് അല്ലെങ്കിൽ ആ ഒരു വേർഡിന്റെ യൂസ് എന്താണ്? It tells us what someone or something does. അല്ലെ, ഒന്നെങ്കിൽ ആ ഒരു സെന്റൻസിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു വസ്തുവോ അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സെന്റൻസിലെ ഹാർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്, അലി റൺസ് ഫാസ്റ്റ്. അല്ലെ, അലി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെന്റൻസ് എന്താന്ന് പോലും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ നോക്കണ അലി എന്താണ് ചെയ്യുന്നത്, അലിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അലി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അലി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സെന്റൻസിലെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. സോ അലി റൺസ് ഫാസ്റ്റ്, ഇവിടെ വേർബ് എന്താണ് റൺസ് ആണ്. അടുത്തൊരു സെന്റൻസ് നോക്കൂ, ഷീ സിങ്സ് വെൽ. സിങ്സ്, അവിടെ ഷീ എന്താണ് ചെയ്യുന്നത് അല്ലെ, ഡൂയിങ്, എന്താണ് ചെയ്യുന്നത് പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഷീ സിങ്സ് വെൽ. They played football, അല്ലെ played. I am happy, ഇതൊരു സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്മളുടെ ഒരു ഫീൽ ആണ്. നമുക്ക് I am എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ I happy എന്ന് പറഞ്ഞാൽ എന്തായി, ആ ഒരു സെന്റൻസ് കംപ്ലീറ്റഡ് അല്ല. I am എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഫീൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ആ ഒരു സെന്റൻസിൽ I എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ആണ് എന്ത് am എന്ന് പറയുന്നത്. അപ്പൊ am എന്താണ് വേർബ് ആണ്. He seems tired, ഇത് ആക്ഷൻ ആണോ അല്ല. seems എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ എക്സ്പീരിയൻസ് ആണ് അല്ലെ. അപ്പൊ he seems tired. അപ്പൊ ഒരു സെന്റൻസിന്റെ ഹാർട്ട് ആണ് verb എന്ന് പറയുന്നതിന്റെ ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ഡെഫിനിഷൻ ഓഫ് verb, ഇവിടെ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ മോഡേൺ ഗ്രാമറിന്റെയും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എ verb is a word used to express an action, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഒക്കറൻസ്, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. മോഡേൺ ഗ്രാമറിയൻസ് ഒന്നും കൂടെ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേർബിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. എ വേർബ് ഈസ് എ വേർഡ്, അറിയാലേ വേർബ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്, സെന്റൻസിലുള്ള ഒരു വേർഡാണ്. വേർഡ് ക്ലാസ് ദാറ്റ് ഫങ്ഷൻസ് ആസ് ദ സെൻട്രൽ എലമെന്റ് ഓഫ് എ പ്രെഡിക്കേറ്റ്. ആ ഒരു സെന്റൻസിന്റെ ആ സെന്റൻസിന്റെ പ്രെഡിക്കേറ്റിന്റെ സെൻട്രൽ പാർട്ടാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഹൃദയമാണ്, ഹാർട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ സെൻട്രൽ എലമെന്റ് ഓഫ് എ പ്രെഡിക്കേറ്റ് ആൻഡ് ക്യാൻ ഷോ, അത് നമുക്ക് എന്തൊക്കെ കാണിച്ചു തരാൻ പറ്റും, ടെൻസ്, ആ സെന്റൻസ് ഏത് കാലത്താണ്, ഫ്യൂച്ചറിൽ പറയുന്നതാണോ പാസ്റ്റിൽ പറയുന്നതാണോ പ്രസന്റിൽ പറയുന്നതാണോ, അപ്പൊ അതിന്റെ ടെൻസ് കാണിക്കാൻ വേണ്ടി വേർബ് യൂസ് ചെയ്യും. ആസ്പെക്ട്, ആ സെന്റൻസിന്റെ വോയിസ്, മൂഡ്, പേഴ്സൺ, നമ്പേഴ്സ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെന്റൻസിലെ മെയിൻ സെൻട്രൽ എലമെന്റ് ആണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ, അലി റൺസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഷീ സിങ്സ് അത് ആക്ഷൻ ആണ്, ഐ ആം ഹാപ്പി ആം എന്താണ് സ്റ്റേറ്റ് കാണിക്കുന്നതാണ്, ഹി ഹാസ് എ കാർ അത് പൊസിഷൻ കാണിക്കുന്നതാണ്, ദേ ലവ് മ്യൂസിക് ലവ് എന്താണ് ഫീലിങ്സ്, അപ്പൊ ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ ടെൻസ്, ആസ്പെക്ട്സ്, വോയിസ്, മൂഡ്, പേഴ്സൺസ് ആൻഡ് നമ്പേഴ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ വേർബ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി വേർബ് ട്രഡീഷണൽ ഗ്രാമറിയൻസ് വേർബിനെ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മോഡേൺ ഗ്രാമറിയൻസും വേർബിനെ ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഒന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് പേര് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ വൈ ആർ വേർബ്സ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് വേർബ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? എ സെന്റൻസ് ഈസ് യൂഷ്വലി ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് എ വേർബ്, വേർബ് ഇല്ലാതെ എന്താണ് ആ സെന്റൻസ് കംപ്ലീറ്റഡ് അല്ല. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഷീ എ ടീച്ചർ,
ഷീ എ ടീച്ചർ. ഷീ എ ടീച്ചർ. അവൾ ഒരു ടീച്ചർ ആണെന്നോ ആയിരുന്നു എന്നോ ഒന്നുമില്ല, ടെൻസ് കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് സെന്റൻസ് വരുന്ന നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ. ദേ ഇൻ ദ പാർക്ക്. അവര് പാർക്കിലാണെന്നോ പാർക്കിലായിരുന്നോ പാർക്കിലേക്ക് പോവുകയാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു സെന്റൻസിന്റെ ഒരു മൂഡ് എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ദേ ആർ ഇൻ ദ പാർക്ക്. ദ verb forms the heart of the sentence എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. നൗണിനും പ്രൊനൗണിനും ഒക്കെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത് പോലെ തന്നെ വേർബിനും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ വേർബിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ വകയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇത് മോഡേൺ ഗ്രാമറിയൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വേർബിനാണ്. മോഡേൺ ഗ്രാമറിയൻസ് വേർബിന് എന്തേ ആയിട്ടുള്ളൂ, ഒരു മെയിൻ വേർബും അതേപോലെ ഓക്സിലറി വേർബും ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് മോഡേൺ ഗ്രാമറിയൻസ് കൊടുത്തിട്ടുള്ളത്. ആ മെയിൻ വേർബിലുള്ളതാണ് ഡൈനാമിക് വേർബ്സ്, സ്റ്റാറ്റീവ് വേർബ്സ്, കോപ്പുലർ വേർബ്സ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, മോണോട്രാൻസിറ്റീവ് വേർബ്സ്, ഡൈട്രാൻസിറ്റീവ് വേർബ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ്, കറ്റിനേറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ലെക്സിക്കൽ എന്ന് വെച്ചാൽ മെയിൻ വേർബ്സിലുള്ള ക്ലാസിഫിക്കേഷനും, ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി, ഇങ്ങനെ എന്താണ് രണ്ടായിട്ടാണ് മോഡേൺ ഗ്രാമറിയൻസ് വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ നോക്കുകയാണെന്നെങ്കിൽ അവർ വേർബിനെ ലെക്സിക്കൽ വെച്ചാൽ മെയിൻ വേർബ് ഈ സെയിം സംഭവം തന്നെ, ഓക്സിലറി വേർബ് രണ്ടാമത്തത് ഹെൽപ്പിംഗ് വേർബ്, പിന്നെ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ലിങ്കിങ് വേർബ്, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്, ഫിനിറ്റ് വേർബ്സ്, നോൺ ഫിനിറ്റ് വേർബ്സ്, ഇങ്ങനെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു മോഡൽ വേർബ് മുതൽ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ലിങ്കിങ് ഈ ഒരു സംഭവം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രാൻസിറ്റീവ് മുതലുള്ള ഇത്രയും ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ലെക്സിക്കൽ അല്ലെങ്കിൽ മെയിൻ വേർബിന്റെ ഉള്ളിൽ മോഡേൺ ഗ്രാമറിയൻസ് വരുന്നത്. എന്നാൽ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡേൺ ഗ്രാമറിയൻസിന്റെ ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ലെക്സിക്കൽ വേർബ്സ് അല്ലെങ്കിൽ മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. The word lexical come from lexis എന്ന് വെച്ചാൽ മീനിങ് അല്ലെങ്കിൽ വൊക്കാബുലറി, വേർഡ് മീനിങ് എന്നുള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ലെക്സിക്കൽ എന്നുള്ള ടേം വരുന്നത്. അപ്പൊ അതന്നെ മെയിൻ വേർബ് എന്നുള്ള മീനിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഡിവിഷൻ വരുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം. എ ലെക്സിക്കൽ വേർബ് ഈസ് ദ വേർബ് ദാറ്റ് ഗീവ്സ് ദ റിയൽ മീനിങ് ഓഫ് ദ സെന്റൻസ്. ആ ഒരു സെന്റൻസിന്റെ യഥാർത്ഥ മീനിങ് എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നതാണ് എന്ത്, ലെക്സിക്കൽ അല്ലെങ്കിൽ മെയിൻ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസ് നോക്കുക, രാഹുൽ ഈസ് റൈറ്റിംഗ്. therefore writes എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്. റൈറ്റ് എഴുതുക എന്ന് പറയുന്നതാണ് ആ ഒരു സെന്റൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. രാഹുൽ ഈസ് റൈറ്റിംഗ്, therefore write is the main verb. writes is the main verb. This carry the main meaning of the sentence. ആ സെന്റൻസിലെ പ്രധാനപ്പെട്ട മീനിങ് ക്യാരി ചെയ്യുന്നതാണ് അതിലെ മെയിൻ വേർബ് എന്ന് പറയുന്നത്. അത് അടുത്തൊരു ഓക്സിലറി വേർബ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു മെയിൻ വേർബും മെയിൻ വേർബ് എന്താണെന്നുള്ളതും കൂടെ ക്ലിയർ ആയിട്ട് വരും. ഇവിടെ എക്സാമ്പിൾ നോക്കുക. രാഹുൽ writes letter, she sings beautifully, they play cricket. ഇവിടെ writes, sings, play എന്നൊക്കെ പറയുന്നത് ലെക്സിക്കൽ വേർബാണ്, ഒരു സെന്റൻസിലെ മെയിൻ ആയിട്ടുള്ള വേർബാണ്. ഇതൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെക്കൻഡ് ടൈപ്പ് ഓഫ് വേർബ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ്സ് ആണ്, ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ വേർബിനെ അല്ലെങ്കിൽ ലെക്സിക്കൽ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ആര്, ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഓക്സിലറി വേർബ്സിനെ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. മോഡേൺ ഗ്രാമറിയൻസ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രൈമറി ഓക്സിലറീസും അതേമാതിരി മോഡൽ ഓക്സിലറീസും ആണ്. ഇത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഭാഗം നോക്കണ്ട. അത് നമ്മൾ മോഡേൺ ഗ്രാമറിയൻസിനെ പഠിക്കുന്ന സമയത്ത്, മോഡേൺ വേർബ്സിനെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് പറയാൻ മാത്രമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പ്രൈമറി ഓക്സിലറീസ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഓക്സിലറി വേർബ്സ് എന്നും മോഡൽ വേർബ്സ് എന്നും ഇത് രണ്ടാമത്തതും ഇത് മൂന്നാമത്തതുമായിട്ട് കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഗ്രാമറിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്സിലറി വേർബിന്റെ ഉള്ളിൽ തന്നെ പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലൊരു ഡിവിഷൻ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഓക്സിലറി വേർബ് നോക്കാം. വാട്ട് ഈസ് എൻ ഓക്സിലറി വേർബ്?
Auxiliary verb അല്ലെങ്കിൽ helping verb is a verb that help another verb to form sentence. സെന്റൻസിന്റെ ടെൻസ്, അതേപോലെ തന്നെ വോയിസ്, മൂഡ്, ക്വസ്റ്റ്യൻ, നെഗറ്റീവ്സ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓക്സിലറി വേർബ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഷീ ഈസ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ മെയിൻ വേർബ് ഏതാ? നമുക്കറിയാലേ റീഡിംഗ് ആണ്. റീഡ് വായിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ്. അപ്പൊ ആ ഒരു റീഡിംഗ് എന്ന് പറയുന്ന ആക്ഷൻ മെയിൻ വേർബും ആ മെയിൻ വേർബിന്റെ ആ ഒരു മീനിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർബാണ് ആര്? ഈസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ വേർബ് എന്ന് പറയുന്ന റീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഓക്സിലറി വേർബ്. അപ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ്, ഫിനിഷ് ചെയ്യുക, തീർക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ആക്ഷൻ ഐ ഫിനിഷ്ഡ്, അപ്പോൾ അതിനെ കംപ്ലീറ്റ് അല്ല, അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു മെയിൻ വേർബിനെ, ലെക്സിക്കൽ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന വേർബാണ് ആര്? ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക. ഓക്സിലറി വേർബ് ഈസ്, ഹാവ്, ഡു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബി ഫോം, ഹാസ് ഫോം, ഡു ഫോം ഒക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതിലൊക്കെ പെടുന്ന ആളുകളാണ് ആര്? ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ നമ്മളെ ലെക്സിക്കൽ മെയിൻ ആയിട്ടുള്ള വേർബ് റീഡിങ്, ഫിനിഷ്ഡ്, നോ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? മെയിൻ വേർബാണ്. നോ മെയിൻ വേർബാണ്. ഡു എന്താണ്? ഡു ഹെൽപ്പിംഗ് വേർബാണ്. അപ്പൊ ഓക്സിലറീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. ബി ഫോം ഉണ്ട്, ഹാവ് ഫോം ഉണ്ട്, ഡു ഫോം ഉണ്ട്. ഇതിന്റെ ഫോമുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈസ്, ആറ്, വാസ്, വേർ എന്നൊക്കെ പറഞ്ഞിട്ട് ബീന്റെ ഫോം ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹാവിന്റെ ഫോമും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡൂവിന്റെ ഫോം ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൂവിന്റെ ഫോമും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. പ്രൈമറി ഓക്സിലറീസ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് പ്രകാരം രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വേർബ് ആണ് പ്രൈമറി ഓക്സിലറി അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൻ ത്രീ ഓക്സിലറി വേർബ്സ് ഉണ്ട്. അപ്പൊ അവരുടെ 3 ഏതൊക്കെയാണ്? ഒന്ന് ബി ഫോം, ഹാവ് ഫോം, ഡു ഫോം. ഈ ഫോമുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. They are called primary auxiliaries because they are the basic helping verb used throughout the English language. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒന്നായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്സ് ആണ് എന്ത്? ഈ ഒരു പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. അതിലാരൊക്കെയാ? ഫോംസ് ഓഫ് ബി, ആം, ഈസ്, ആർ. പാസ്റ്റ് ആവുമ്പോൾ വാസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവുമ്പോൾ ബീൻ ഫോം വരും. ഈസ് ആണെങ്കിൽ വേറെ, പാർട്ടിസിപ്പിൾ ഫോം ആവുമ്പോൾ ബീങ് വരും. ഇനി ഹാവിന്റെ ഫോം നോക്കുകയാണെങ്കിൽ പ്രസന്റ് ഫോം ഹാവ്, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ്, പാർട്ടിസിപ്പിൾ ആണെങ്കിലും ഹാഡ്. പിന്നെയുള്ള ഒരു പ്രസന്റ് ഫോം ഹാസ് ആണ് വരിക. പിന്നെ ഡു ഫോം വരുന്ന സമയത്ത് പ്രസന്റിൽ ഡു, പാസ്റ്റിൽ ഡിഡ്, പാർട്ടിസിപ്പിൾ ആവുമ്പോൾ ഡൺ, ഡസും അതേപോലെ തന്നെ. ഇതാണ് പ്രൈമറി ഓക്സിലറി എന്ന് പറയുന്നത്. They are the primary auxiliaries because they are the most important helping verbs used to build English grammar. They help to form tense ഏതാണെന്ന് അറിയാൻ അല്ലേ? പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, പാർട്ടിസിപ്പിൾ ആണോ, ഫ്യൂച്ചർ ആണോ, അങ്ങനെ ടെൻസുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻസ് അല്ലെ, ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓക്സിലറീസ് യൂസ് ചെയ്യും. നെഗറ്റീവ്സ് പറയാൻ വേണ്ടിയിട്ട് ഹാവ് നോട്ട്, അതേമാതിരി പാസീവ്സ് പറയാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് ഫോംസ് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രൈമറി ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുക. ഇത് മോഡേൺ ഗ്രാമറിയൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓക്സിലറി വേർബ്സിനെ സ്പെസിഫിക് ആയിട്ട് പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മോഡേൺ ഗ്രാമറിയൻസ് ആണ്. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ കേസിൽ ഇങ്ങനത്തെ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഇല്ല. അവർ ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് തന്നെ എന്താണ്? ബിയും ഹാവും ഡൂവിന്റെയും ഈ ഫോമുകളാണ്. ഇനി നമ്മൾ നോക്കിയ ഈ ചാർട്ട് ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്രഡീഷണൽ ഗ്രാമർ വേർബ് ട്രീയും മോഡേൺ ഗ്രാമർ വേർബ് ട്രീയും. മോഡേൺ ഗ്രാമറിൽ എന്തേ കൊടുത്തിട്ടുള്ളൂ? മോഡേൺ ഗ്രാമറിൽ ഫസ്റ്റ് ഡിവിഷൻ ലെക്സിക്കലും സെക്കൻഡ് എന്താണ്? ഓക്സിലറി വേർബ്സും ആണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ? 6th, 7th, 8th, 9th, 10th ഇങ്ങനെ ഓരോന്നും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലെക്സിക്കൽ വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ലെക്സിക്കലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ലെക്സിക്കലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓക്സിലറി വേർബ്സും മോഡൽ വേർബ്സും പറഞ്ഞിട്ട് 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓക്സിലറി വേർബ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് പ്രൈമറി ഓക്സിലറി, 2 എന്ന് പറയുന്നത്
മോഡൽ ഓക്സിലറീസും. ഇവിടെ ഈ ഒരു ഓക്സിലറി വേർബ്സ് നമ്മൾ പറഞ്ഞതാണ് എന്ത്, ബി ഫോം അല്ലെ, ബി ഫോം, ഹാവ് ഫോം, ഡു ഫോം എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫോമുകൾ ഈ ഒരു ഓക്സിലറി വേർബ് എന്ന് വെച്ചാൽ ഈ പ്രൈമറി ഓക്സിലറിയിൽ വരും. പിന്നെ നമുക്ക് അടുത്തല്ല ട്രഡീഷണൽ ഗ്രാമറിൽ 3rd ടൈപ്പാണ് പഠിക്കാനുള്ളത്, മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് പറയുന്ന സമയത്ത് മോഡേൺ ഗ്രാമറിയൻസിലെ ഓക്സിലറിയിലെ 2ാമത്തെ ഗ്രൂപ്പ് മോഡൽ ഓക്സിലറീസ്. അപ്പൊ ഇത്രയുള്ളത് ഒന്നും പുതിയതല്ല. ഈ പഴയതിനെ തന്നെ അല്ലെ, ട്രഡീഷണൽ ഗ്രാമറിയൻസിൽ ഉപയോഗിച്ചിട്ടുള്ള വേർബ്സിനെ തന്നെ മോഡേൺ ഗ്രാമറിയൻസ് എന്ത് ചെയ്തു, വേറൊരു ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെക്സിക്കൽ മെയിൻ വേർബ് എന്താന്ന് പറഞ്ഞു. മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിലെ ഹാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മെയിൻ വേർബ് എന്ന് പറയാ. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഡാൻസ് എന്ന് പറയുന്നതിന് എന്താണ് മെയിൻ വേർബ് ആയിട്ടും, ഓക്സിലറി എന്ന് പറയുമ്പോൾ അതിനെ ഷീ ഈസ് എന്ന് പറയുന്നത് ആ ഡാൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് എന്ത്, ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. അപ്പൊ അത്രയും ക്ലിയർ അല്ലേ? ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡൽ വേർബ്സ് ആണ്, അഥവാ ഓക്സിലറി വേർബിലെ 2ാമത്തെ, മോഡേൺ ഗ്രാമറിയൻസ് പ്രകാരം ഓക്സിലറി വേർബിലെ 2ാമത്തെ ഡിവിഷൻ മോഡൽ ഓക്സിലറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതെന്താന്ന് കൂടെ നോക്കാം കേട്ടോ. കമ്മിങ് ബാക്ക് ടു പ്രൈമറി ഓക്സിലറീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ, മോഡൽ ഓക്സിലറീസ് പ്രൈമറി ഓക്സിലറീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക മോഡൽ വേർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ്. ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്, 2ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ 2ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഓക്സിലറി വേർബ്സിലാണുള്ളത്. ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ മെയിൻ വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, പ്രസന്റിൽ വരുമ്പോൾ അതേപോലെ തന്നെ ഹാവ്, ഡു, പാസ്റ്റിൽ വരുമ്പോഴൊക്കെ ഉള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഒരു സ്ലൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് നോക്കാം. അതിന് എക്സാമ്പിൾ ആണ് ബി ഫോമിന് വരുന്ന എക്സാമ്പിൾ ഷീ ഈസ് റീഡിങ്. ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. റീഡ് എന്ന് പറയുന്നത് മെയിൻ വേർബും ഈസ് എന്ന് പറയുന്നത് റീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന വേർബാണ് എന്ത്, ഈസ്. അപ്പൊ അത് ഹെൽപ്പിംഗ് വേർബ്സും. അതുകൊണ്ട് തന്നെ എന്താണ്, ഷീ ഈസ് റീഡിങ്ങില് ഷീ എന്ന് പറയുന്ന സബ്ജക്ട്, റീഡിംഗ് എന്ന് പറയുന്ന മെയിൻ വേർബ്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ്. ഹാവ് അങ്ങനെ തന്നെ, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഫിനിഷ്ഡ് എന്ന് പറയുന്നത് മെയിൻ വേർബും ഹാസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബും ആണ്. ഡൂവിന്റെ കേസിൽ നോക്കുക, ഡു യു നോ ഹിം അല്ലെ, നോ എന്ന് പറയുന്നത് മെയിൻ വേർബും ഡു എന്ന് പറയുന്നത് ആ ഡു എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഓക്സിലറി വേർബ്സ് ആണ് എന്ത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹിം ഒക്കെ എന്താണ്, ഹിം നമ്മൾ പ്രൊനൗണിന്റെ കേസിലൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് മോഡൽ വേർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് എന്താന്നുള്ളത് നോക്കാം. മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് പ്രകാരം ഓക്സിലറി വേർബിലുള്ള 2ാമത്തെ ഡിവിഷൻ മോഡൽ വേർബ്സ്. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം 3ാമത്തെ വേർബ്, അതാണ് മോഡൽ വേർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് എന്ന് പറയും. അപ്പൊ ആ ക്ലാസിഫിക്കേഷന്റെ കാര്യത്തിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ, അതൊക്കെ ക്ലിയർ ആയില്ലേ. അതേപോലെ തന്നെ ലെക്സിക്കൽ വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ് എന്താന്ന് മനസ്സിലായി, ഓക്സിലറി വേർബ്സ് എന്താന്ന് മനസ്സിലായി, അതേപോലെ തന്നെ പ്രൈമറി ഓക്സിലറീസ് എന്താന്നുള്ളതും. ഇനി നമുക്ക് 3ാമത്തെ ഒരു കാറ്റഗറിയാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. ഈ സെന്റൻസ് നോക്കൂ, ക്യാൻ യു സിം, മേ ഐ കം ഇൻ, യു ഷുഡ് സ്റ്റഡി ഹാർഡ്. ഇതൊക്കെ നമ്മൾ പറയുന്ന സെന്റൻസുകളാണ് അല്ലെ. അപ്പൊ ഇതില് ഈ ഒരു സെന്റൻസില് ഈ ക്യാൻ, മേ, ഷുഡ് ഈ വാക്കുകളൊക്കെ എന്താ ഈ ഒരു സെന്റൻസിൽ ചെയ്യുന്നത്. ഇവിടെ ഐ ക്യാൻ സ്വിം, യു ഷുഡ് സ്റ്റഡി, ഷീ മേ കം, വി മസ്റ്റ് ഒബേ. ഈ ക്യാൻ, ഷുഡ്, മേ, മസ്റ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതാണ് എന്ത് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. ഇവിടെ മോഡൽ വേർബ്സ് ഈസ് ഇറ്റ്സ് ഓൾസോ എ ഹെൽപ്പിംഗ് വേർബ് that express ability, permission, possibility, obligation, advice, necessity. ഒരു സെന്റൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എബിലിറ്റി ആണ് അല്ലെ. ക്യാൻ യു സ്വിം അല്ലെങ്കിൽ ഐ ക്യാൻ സ്വിം എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എബിലിറ്റി കാണിക്കുന്നതാണ്. കുഡ്, അവിടെ സൈഡിൽ നോക്ക്, ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ ഉണ്ടല്ലോ, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷോൾ, ഷുഡ്, ബി, വുഡ്, മസ്റ്റ്, ഓട്ട് ടു എന്നൊക്കെ പറയുന്ന ഇതൊക്കെ മോഡൽ ഓക്സിലറീസ് ആണ്. ഇവർ എന്താണ് ഒരു സെന്റൻസിൽ ചെയ്യുന്നത്, ഒരു സെന്റൻസിൽ ഒന്നെങ്കിൽ എബിലിറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ പെർമിഷൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി
ഒബ്ലിഗേഷൻസ്, അഡ്വൈസ്, നെസസിറ്റി ഇതൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ് വേർബ് ആണ് എന്ത് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നത്തതിൽ ഈസ്, ബി ഫോം, ഹാവ് ഫോം, ഹാസ് ഫോം ഇതും ഹെൽപ്പിംഗ് വേർബ് ആണ്. പക്ഷെ ഇതൊന്നും എന്ത് കാണിക്കുന്നില്ല? എബിലിറ്റി, അതേമാതിരി പോസിബിലിറ്റി, പെർമിഷൻ, ഒബ്ലിഗേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇതും ഒരു ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ് വേർബ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെപ്പറേറ്റ് ഒരു കാറ്റഗറി ആക്കിയിട്ട് മോഡേൺ ഗ്രാമറിയൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ക്യാൻ അല്ലെ എബിലിറ്റി കാണിക്കുന്നതാണ്. കുഡ് പാസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കുന്നത്. മേ പെർമിഷൻ, മൈറ്റ് പോസിബിലിറ്റി കാണിക്കുന്നത്. ഷോൾ ഫ്യൂച്ചർ കാണിക്കാൻ. ഷുഡ് അഡ്വൈസ്, വില്ല് ഫ്യൂച്ചർ ആണ്. വുഡ് വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. മസ്റ്റ് ഒബ്ലിഗേഷൻ. ഓട്ട് ടു ഡ്യൂട്ടി. അപ്പൊ ഇതാണ് എന്ത് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെന്റൻസ് എടുത്ത് നോക്കൂ. ഐ ക്യാൻ സ്വിം. സ്വിം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മെയിൻ വേർബ് ആണ്. ക്യാൻ ആണ് എന്ത് ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വരുന്നത്. അപ്പൊ ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വരുന്നുണ്ട് എന്നാൽ ഇത് ഓക്സിലറി വേർബ് ആണോ മോഡൽ ഓക്സിലറി ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പൊ അതാണ് ഇങ്ങനെ നോക്കേണ്ടത്. എബിലിറ്റി ആണോ, പെർമിഷൻ ആണോ, പോസിബിലിറ്റി ആണോ, ഒബ്ലിഗേഷൻ ആണോ, അഡ്വൈസ് ആണോ, നെസസിറ്റി ആണോ, അങ്ങനെ അത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് വേർബ് ആണെങ്കിൽ അതെന്താണ്? മോഡൽ വേർബ്സ് ആയി. അല്ല ബി ഫോമോ ഹാവ് ഫോമോ അല്ലെങ്കിൽ ഡു ഫോം ഒക്കെ ആണെന്നെങ്കിൽ അതെന്താണ്? അത് സാധാ ഓക്സിലറീസ്. ഇനി അതല്ല, അതിന്റെ പുറമെ ഈ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പൊ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന വേർബാണ്, എന്നാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? എബിലിറ്റിയോ പെർമിഷനോ പോസിബിലിറ്റിയോ ഒക്കെ കാണിക്കുന്നതാണെങ്കിൽ അവ എന്താണ്? മോഡൽ വേർബ്സ് ആണ്. സംഗതി ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? പിന്നെ വൈ ദേ കോൾ മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡൽ വേർബ്സ്? The word model come from mood or mode. The model verbs do not mainly build tenses. നമുക്ക് ഈസോ മറ്റേ ബി ഫോമോ ഹാവ് ഫോമിലൊക്കെ ടെൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. Instead, they express the speaker's attitude, opinion, judgment, possibility, necessity, permission ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് എന്ത്? മോഡൽ വേർബ്സ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഐ ക്യാൻ സ്വിം. ക്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? എബിലിറ്റി പറഞ്ഞു തരുന്നുണ്ട്. യു മസ്റ്റ് സ്റ്റഡി. മസ്റ്റ് എന്താണ്? ഒബ്ലിഗേഷൻ കാണിച്ചു തരുന്നതാണ്. ഇനി ഇവിടെ ചെറിയൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ വേർബ്സ്. പ്രൈമറി ഓക്സിലറി എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമർ ബിൽഡേഴ്സ് ആണ് അല്ലെ? ഗ്രാമർ ബിൽഡേഴ്സ്. അതിന്റെ സ്ട്രക്ചർ അത് ഈസ് ആണെങ്കിൽ, പാസ്റ്റ് ആണെങ്കിൽ, ടെൻസ് ആണെങ്കിൽ ആ ഒരു ഗ്രാമറിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനാണ് പ്രൈമറി ഓക്സിലറി എന്ന് പറയുന്നതെങ്കിൽ മോഡൽ വേർബ്സ് എന്താണ്? മീനിങ് ചേഞ്ചേഴ്സ് ആണ്. എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി, അഡ്വൈസ്, ഒബ്ലിഗേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ മീനിങ് ചേഞ്ചേഴ്സ് ആണ്. ഇവിടെ ഹി ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഹാസ് ഫിനിഷ്ഡ് കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇങ്ങനെ പറയുന്നതാണ് എന്ത്? പ്രൈമറി ഓക്സിലറി. മോഡൽ ഓക്സിലറി എന്ന് പറയുമ്പോൾ ക്യാൻ സ്വിം എബിലിറ്റി കാണിക്കുന്നതാണ്. മേക്കം പെർമിഷൻ ചോദിക്കുന്നതാണ്. ഷുഡ് സ്റ്റഡി അല്ലെ? പോസിബിലിറ്റി, ഒബ്ലിഗേഷൻ, അഡ്വൈസ്, മസ്റ്റ് ഒബേ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നതാണ് എന്ത്? മോഡൽ വേർബ്സ്. അപ്പൊ എന്താണ് മോഡൽ വേർബ്സ് എന്നും പ്രൈമറി ഓക്സിലറീസ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏരിയ കവർ ചെയ്തു. എന്താന്ന് വെച്ചാൽ വേർബ്സ് എന്താന്ന് പറഞ്ഞു, വേർബ്സിന്റെ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ മോഡേൺ ഗ്രാമറിയൻസ് അവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും പറഞ്ഞു. അതിൽ നമ്മൾ ഫസ്റ്റ് മെയിൻ വേർബ് എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സെക്കൻഡ് ഓക്സിലറി വേർബ്സ് എന്താന്നുള്ളത് പറഞ്ഞു. ഓക്സിലറി വേർബ്സ് കഴിഞ്ഞു നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ഡിവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? പ്രൈമറി ഓക്സിലറി എന്ന് പറയുമ്പോൾ ബി ഫോം, ഹാവ് ഫോം, ഡു ഫോം, ഹെൽപ്ഡ് ഫോം, ടെൻസ്, ക്യാൻ ബി മെയിൻ വേർബ്സ് ആയിരിക്കാം. ചില സമയത്ത് മെയിൻ വേർബ്സിന് പകരം എന്തായിരിക്കും? ഇവർ തന്നെ മെയിൻ വേർബ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും വരുന്നുണ്ട്. പിന്നെ ചേഞ്ച് ഫോംസ്, ടെൻസ് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി ഓക്സിലറീസ് യൂസ് ചെയ്യും. മോഡൽ ഓക്സിലറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷോൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ് എന്ന് പറയുന്നതാണ് മോഡൽ വേർബ്സ്. അത് എക്സ്പ്രസ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി, ഒരു സെന്റൻസിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും അതൊരിക്കലും മെയിൻ വേർബ് ആവില്ല. മെയിൻ വേർബിന് എന്താണ്? ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ആര് നിൽക്കുള്ളൂ? മോഡൽ വേർബ്സ് നിൽക്കുള്ളൂ. മോസ്റ്റ്ലി ഡു നോട്ട് ചേഞ്ച് ഫോം. ഫോം ഒരിക്കലും മാറൂല. അപ്പൊ ഇവിടെ ഈസ് പ്രൈമറി ഓക്സിലറി ആണ്. ക്യാൻ മോഡൽ ഓക്സിലറി ആണ്. Auxiliary verbs are helping verb that assist the main verb in forming tense, questions, negative, voice and mood. They are divided into primary auxiliaries and model auxiliaries. Can, could, might ഇതാണ് മോഡേൺ ഗ്രാമറിയൻസ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
നമ്മൾ രണ്ടും കൂടെ ഒപ്പം പഠിച്ചു പോകുമ്പോൾ കൺഫ്യൂഷൻ ആവാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനി സെപ്പറേറ്റ് ആയിട്ട് മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡേൺ ഗ്രാമറിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതെന്താന്ന് വെച്ചാൽ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഓൾറെഡി അവരെ ഇങ്ങനെ ഓരോന്നും ഓരോ ഗ്രൂപ്പ് ആക്കി ഇട്ടു. അപ്പോൾ അതൊന്നും കൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രൈമറി ഓക്സിലറീസിൽ തന്നെ പെടുന്നതാണ് മോഡൽ ഓക്സിലറി നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്, രണ്ടും ഹെൽപ്പിംഗ് വേർബ്സ് ആണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഇതെന്താണ്, ടെൻസും ഫോംസും ചേഞ്ച് ഫോംസ് ഒക്കെ പ്രൈമറിയിൽ പറ്റും. മോഡൽ ഓക്സിലറിയിൽ ഹെൽപ്പിംഗ് വേർബ് ആണ്, പക്ഷെ ചേഞ്ച് ഫോംസ് അല്ല. പകരം ടെൻസ് കാണിക്കുന്നതിന് പകരം ആറ്റിറ്റ്യൂഡും പോസിബിലിറ്റീസും കാണിക്കണം. അങ്ങനെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഈ ഓക്സിലറീസും മോഡൽ വേർബ്സും തമ്മിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് മോഡേൺ ഗ്രാമറിയൻസ്ക്ക് എത്തിയപ്പോൾ അതിന് രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ഓക്സിലറീസിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് പ്രൈമറി ഓക്സിലറീസ് മോഡൽ വേർബ്സ് എന്നുള്ള പേര് കൊടുത്തു. ഇത്രയും ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസിറ്റീവ് വേർബ്, അതുപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് നീഡ്സ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർഡ്സിന് എന്ത് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ നേരെ തിരിച്ച് ഇൻട്രാൻസിറ്റീവ് എന്തായിരിക്കും, ഡസ് നോട്ട് നീഡ് ആൻ ഒബ്ജക്റ്റ്. ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നോ നീഡ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്തായിരിക്കും, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോർമുല ആയിരിക്കും എവിടെ വരിക, ട്രാൻസിറ്റീവിൽ വരിക. ഷീ റോട്ട് എ ലെറ്റർ. സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു ഫോമിലായിരിക്കും എന്ത് വരിക, ട്രാൻസിറ്റീവ് വേർബുകൾ വരിക. വേർബേ നമ്മൾ നോക്കുന്നുള്ളൂ. റോട്ട് എന്ന് പറയുന്ന വേർബ്, ഹി ബോട്ട് എ കാർ അല്ലെ, ബോട്ട് എന്ന് പറയുന്ന വേർബ്, കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഐ എയ്റ്റ് ആൻ ആപ്പിൾ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, എയ്റ്റ് എന്ന് പറയുന്ന വേർബ്, ആപ്പിൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക അല്ലെ? വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഷീ റോട്ട് എ ലെറ്റർ, ഹി ബോട്ട് എ കാർ, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടണം. ഒരു ലെറ്റർ എന്നോ അല്ലെങ്കിൽ ഒരു കാർ എന്നോ അല്ലെങ്കിൽ ആപ്പിൾ എന്നോ അങ്ങനെ ഒരു ഒബ്ജക്റ്റിന് ആൻസർ ആയിട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ആണ് എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞാൽ അവിടെയുള്ള വേർബ് എന്ത് വേർബാണ്, ട്രാൻസിറ്റീവ് വേർബ്. ഇനി നേരെ ഇപ്പുറത്തേക്ക് വരിക, ഇൻട്രാൻസിറ്റീവ് വേർബിലേക്ക് വരുന്ന സമയത്ത് ഡസ് നോട്ട് നീഡ് ആൻ ഒബ്ജക്റ്റ്. ദ ബേബി വാട്ട് എന്ന് ചോദിച്ചാല് ക്രൈഡ്, ക്രൈഡ് ഒബ്ജക്റ്റ് ആണോ? അല്ല. ഇത് ഒബ്ജക്റ്റ് ആണോ? അല്ല. അത് ആ കുട്ടീന്റെ സ്റ്റേറ്റ് ആണ് അല്ലെ? അപ്പൊ ബേർഡ് ഫ്ലൈ, ഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ഹി സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല, അപ്പൊ ഇവിടെ അതിന് ആൻസർ ഉണ്ടാവില്ല. അതാണ് അങ്ങനത്തെ കേസ് വരുന്നതാണ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ്ലി നീഡ്സ് ഒബ്ജക്റ്റ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഷീ റോട്ട് എ വാട്ട് എന്ന് ചോദിച്ചാൽ ലെറ്റർ എന്ന് പറയാം. ഷീ സ്ലെപ്റ്റ് വാട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? ഷീ സ്ലെപ്റ്റ് വാട്ട് എന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ ഇല്ല. ബേർഡ് ഫ്ലൈ വാട്ട് എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. അപ്പൊ അങ്ങനെ ആൻസർ ഇല്ലാത്തതും ഒബ്ജക്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുക. ഐ ബോട്ട് എ ബുക്ക്. ഇത് രണ്ടും ക്ലിയർ ആണല്ലോ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. സിമ്പിൾ ആണ്. ഒന്നിൽ ട്രാൻസിറ്റീവിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും, ഇൻട്രാൻസിറ്റീവ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇല്ലാതെ വരുന്നത്. ബേബി ക്രൈഡ്, ക്രൈഡ് എന്ന് പറയുന്നതാണ് ഇവിടെ വേർബ് വരുന്നത്. ഫ്ലൈ എന്ന് പറയുന്നതാണ് ഇവിടെ വേർബ്. സ്ലെപ്റ്റ് ആണ് ഇവിടെ വേർബ്. അപ്പൊ ആ വേർബിന് വേർബ് മാത്രമേ ഉള്ളൂ, അവിടെ എന്തില്ല, ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല ഇവിടെ ഉണ്ടാവില്ല. അത് ബേബി എന്ന് പറയുന്ന സബ്ജക്റ്റും ക്രൈഡ് എന്ന് പറയുന്ന വേർബും മാത്രമേ ഇവിടെ ഉള്ളൂ. ബേർഡ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഫ്ലൈ എന്ന് പറയുന്ന വേർബും, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റും സ്ലെപ്റ്റ് എന്ന് പറയുന്ന വേർബും ഇവിടെ ഉള്ളൂ. എന്തില്ല, ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയാം. ഇത് ക്ലിയർ അല്ലേ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേർബ് ആണ് ലിങ്കിങ് വേർബ്. ആ ഒരു പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ, ലിങ്കിങ് എന്ന് പറയുന്നത് തന്നെ കണക്ട് ദ സബ്ജക്റ്റ് വിത്ത് ഇൻഫോർമേഷൻ. സബ്ജക്റ്റിനെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ, സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വേർബുകളെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവരി ലിങ്കിങ് വേർബ് ഈസ് എ മെയിൻ വേർബ്. എല്ലാ ലിങ്കിങ് വേർബും എന്താണ്, മെയിൻ വേർബ് ആണ്. മെയിൻ വേർബ് എന്താണെന്ന് അറിയാലോ അല്ലെ? മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് നമ്മൾ പഠിച്ച വേർബ് ലെക്സിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെക്സിക്കൽ വേർബ് എന്ന് പറഞ്ഞ. അപ്പോൾ ഫസ്റ്റ് വേർബ് എന്ന് വെച്ചാൽ ആക്ഷൻ കാണിക്കുന്ന ഒരു സെന്റൻസിൽ മെയിൻ ആയിട്ടുള്ള വേർബ്. അപ്പൊ എല്ലാ ലിങ്കിങ് വേർഡും എന്തായിരിക്കാം, മെയിൻ വേർബ് ആയിരിക്കാം. പക്ഷെ ഒരിക്കലും എല്ലാ മെയിൻ വേർബും അല്ലെ, നോട്ട് എവരി മെയിൻ വേർബ് ഈസ് എ ലിങ്കിങ് വേർഡ്. അപ്പൊ അതിനിവിടെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ.
ആക്ഷൻ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വേർബ് ആണ്. അപ്പോൾ മെയിൻ വേർബ് എന്താണ്? നമ്മൾ ആക്ഷൻ കാണിക്കുന്നതായിരിക്കും മെയിൻ വേർബ്. എല്ലാ മെയിൻ വേർബും ആക്ഷൻ കാണിക്കണം എന്നില്ല. ചിലത് പല സിറ്റുവേഷൻസും ഉള്ളത് നമ്മൾ പഠിച്ചു. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന വേഴ്സസ് ലിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ഷൻ കാണിക്കുന്ന ഒരു സെന്റൻസ് നോക്കൂ. ഹി റൺസ്. റൺസ് എന്ന് പറയുന്നത് എന്താണ്? വേർബാണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റും ആണ്. അപ്പോൾ റൺസ് എന്ന് പറയുന്നത് വാട്ട് ഹി ഈസ് ഡൂയിങ് എന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ആക്ഷൻ ചെയ്യുന്നുണ്ട്. ആ സെന്റൻസിൽ ആക്ഷൻ എന്താണ്? റൺ ആണ്. ഇപ്പൊ റൺ ആക്ഷൻ വരുന്നത് ഒന്നും എന്തല്ല? ലിങ്കിങ് അല്ല. ഇനി ഹി ഈസ് ടയേർഡ് എന്ന് നോക്കിക്കോ. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഈസ് എന്ന് പറയുന്നത് വേർബ് ആണ്, ടയേർഡ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് അല്ലെ? എന്താണ്? ഹി അവനെ എന്താണ്? അവൻ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയാണ്. ഹി ഈസ് ടയേർഡ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈസ് ആണ് ഇവിടെ വരുന്നത്. ഇത് എന്തെങ്കിലും ആക്ഷൻ ആണോ ഈസ് എന്ന് പറയുന്നത്? അല്ല. ആ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെ, സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കാണിക്കാനാണ് ഇവിടെ ഈസ് വന്നിട്ടുള്ളത്, അല്ലാതെ ആക്ഷൻ കാണിക്കാനാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസ് എന്താണ്? ഇവിടെ ലിങ്കിങ് വേർബ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർബുകൾ ബി, സീൻ, ബിക്കം, അപ്പിയർ, ലുക്ക്, ഫീൽ, ഇതൊക്കെ എന്താണ്? കോമൺ ലിങ്കിങ് വേർഡ്സ് ആണ്. വേർബ്സിൽ പെടുന്ന ആക്ഷൻസുകളൊക്കെയാണ്, ലിങ്കിങ് വേർഡ്സിൽ പെടുന്ന വേർഡ്സുകളൊക്കെയാണ്. ഇപ്പൊ എക്സാമ്പിൾ ഷീ ഈസ് ഹാപ്പി. ഈസ് ഹാപ്പി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വേർബാണ് ഈസ്. ഹി ബിക്കെയിം എ ഡോക്ടർ. ഡോക്ടർ എന്താണ്? നൗൺ ആണ് അല്ലെ? ഹി ബിക്കെയിം എ ഡോക്ടർ. ബിക്കെയിം എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റിനെയും അതേപോലെ തന്നെ ആ സബ്ജക്റ്റുമായിട്ടുള്ള ഒബ്ജക്റ്റിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കിങ് വേർബ് ആണ് എന്ത്? ബിക്കെയിം. ദ സൂപ്പ് ടേസ്റ്റ് ഗുഡ്. ദ സൂപ്പ് ടേസ്റ്റ് ഗുഡ്. ഇതാണ് ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എല്ലാ മെയിൻ വേർബുകളും എന്തായിരിക്കും? എല്ലാ മെയിൻ വേർബുകളും ലിങ്കിങ് വേർബ് ആയിരിക്കും. പക്ഷെ തിരിച്ചിങ്ങനെ ആവില്ല. തിരിച്ച് എല്ലാ ലിങ്കിങ് വേർബും എന്തായിരിക്കും? മെയിൻ വേർബ് ആയിരിക്കും. തിരിച്ച് എല്ലാ മെയിൻ വേർബും എന്തല്ല? ലിങ്കിങ് വേർബ് അല്ല. അപ്പൊ അതാണ് ഇവിടെ ലിങ്കിങ് വേർബ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ലിങ്കിങ് വേർബ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യാം? ആ സെന്റൻസിൽ ആക്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഒരു മെയിൻ വേർബ് ആണ് അതിലുള്ളത്. അപ്പൊ ഇവിടുത്തെ മെയിൻ വേർബ് ആരാണ്? ഈസ് ആണ് അല്ലെ? ഇനി ഇത് ഈസ് ആണ്, മെയിൻ വേർബ് ആണ്. പക്ഷെ ഈ ഈസ് ആക്ഷൻ കാണിക്കുന്നതാണോ? അല്ല അല്ലെ? ഹീന്റെ ആക്ഷൻ എന്തെങ്കിലും ഹീ ഇവിടെ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ടയേർഡ് എന്ന് പറയുന്ന ഒരു എന്താണ്? അഡ്ജക്റ്റീവ് എവിടെ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ്? അതിന്റെ വേർബ് ലിങ്കിങ് വേർബ് ആണ്. ആക്ഷൻ അല്ലാന്നെങ്കിൽ അതെന്താണ്? ലിങ്കിങ് വേർബിന്റെ അണ്ടറിൽ വരും. അതാണ് ലിങ്കിങ് വേർബിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വേർബ് ആണ് റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ്. ഇപ്പൊ റെഗുലർ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇറഗുലർ. നമ്മൾ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും പറഞ്ഞതുപോലെ. ഇവിടെ റെഗുലറിൽ എന്താ വരിക? റെഗുലർ വേർബ് ഫോം their past tense by adding ed. അപ്പൊ എവിടെയാണോ ആ ഒരു past tenseന് ed ചേർത്തിട്ടുള്ളത് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റെഗുലർ വേർബ് എന്ന് പറയും. Irregular verb do not form their past tense by simply adding ed. Irregular verbs do not follow the ed rule. ed rule പാലിക്കാതെ വരുന്ന വേർബുകളാണ് എന്ത്? ഇറഗുലർ വേർഡും. ed rule പാലിച്ച് വരുന്ന വേർബാണ് റെഗുലർ വേർബ് എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്ലേ പ്ലേ എന്ന് പറയുന്ന അതിന്റെ പാസ്റ്റ് ഫോമൊക്കെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ed വരുന്നുണ്ട്. അപ്പൊ പാസ്റ്റ് ടെൻസിൽ നമ്മൾ അധികം ed ആണ് യൂസ് ചെയ്യുക. അങ്ങനെ ed യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പാസ്റ്റ് ഫോമിന് റെഗുലർ വേർബും ed യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന പാസ്റ്റ് ഫോമിന് നമ്മൾ ഇറഗുലർ വേർബ് എന്നും പറയും. എക്സാമ്പിൾ ഞാൻ മനസ്സിലാവും. പ്ലേ എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താണ്? പ്ലേഡ്. വാക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് വാക്ക്ഡ്. ക്ലീൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ക്ലീൻഡ്. അപ്പൊ അങ്ങനെ ed ചേർത്ത് വരുന്നതിന് നമ്മൾ ഇറഗുലർ വേർബ്, പാസ്റ്റ് ഫോമൊക്കെ ed ചേർത്ത് വരുന്നതിന് നമ്മൾ റെഗുലർ വേർബ് എന്നും, ഇനി ed ചേർക്കാതെ ഗോന്റെ പാസ്റ്റ് എന്താണ്? വെന്റ്. റൈറ്റിന്റെ പാസ്റ്റ് റോട്ട്. ഈറ്റിന്റെ പാസ്റ്റ് എയ്റ്റ്. സിങ് സാങ്. അപ്പൊ ഇതിലൊക്കെ ed ചേർക്കുന്നുണ്ടോ? ഗോഡ് എന്ന് ചേർക്കുന്നുണ്ടോ? go പ്ലസ് ed ഗോഡ് ഇല്ല. ഈറ്റ് പ്ലസ് ed ഈറ്റഡ് ഇല്ലല്ലോ. റൈറ്റ് പ്ലസ് ed റൈറ്റഡ് പറയില്ല. നമ്മൾ റോട്ട് എന്നേ പറയുള്ളൂ അല്ലെ? ഈറ്റ് എന്നുള്ളതിന് എയ്റ്റ് എന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പാസ്റ്റ് ഫോമിൽ ed ചേർത്ത് വരുന്നതിനെ നമ്മൾ റെഗുലർ ഫോം എന്നും ed ചേർക്കാതെ വരുന്നതിനെ ഇറഗുലർ വേർബ് എന്നും പറയും. അപ്പൊ അത് സിമ്പിൾ അല്ലേ? മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പൊ നമുക്കൊരു സെന്റൻസ് കിട്ടുകയാണ്. ആ സെന്റൻസിൽ ed ചേർത്തിട്ടാണ്. അപ്പൊ പാസ്റ്റ് ഫോം ആണ് ആ സെന്റൻസ്. പാസ്റ്റ് ഫോമിൽ വരുന്ന സെന്റൻസ് ആണെങ്കിൽ പാസ്റ്റ് ഫോമിൽ വരുന്ന സെന്റൻസ് ആണ് വിചാരിച്ചോ.
ആ സെന്റൻസിൽ ED ഉണ്ട്. ED ഉണ്ട് എന്നെങ്കിൽ എന്താണ്? പാസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ED യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലറും, പാസ്റ്റ് ആണ് സെന്റൻസ് പാസ്റ്റ് ആണ് പക്ഷെ ED യൂസ് ചെയ്യാതെ എന്താണ് ഗോക്ക് പകരം വെന്റ് എന്നോ റൈറ്റിന് പകരം റോട്ട് എന്നോ സിംഗിന് പകരം സാങ് എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇറഗുലർ വെർബ് ആണ്. ഈ ഏരിയ ക്ലിയർ ആണല്ലോ? ഇനി അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിഡ് ദ വെർബ് സിംപ്ലി ആഡ് ED ടു മേക്ക് ദ പാസ്റ്റ് ടെൻസ്. അല്ലെ, ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഒരു സെന്റൻസ് കയ്യിൽ കിട്ടുകയാണ്, ഒരു സെന്റൻസിൽ കയ്യിൽ കിട്ടുമ്പോൾ വെറുതെ പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് ED ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇറഗുലർ വേർഡ് ആണോ? വെർബ് ആണോ? യെസ്. പ്ലേ പ്ലേഡ്, വർക്ക് വർക്ക്ഡ്, ഓപ്പൺ ഓപ്പൺഡ്. ഇനി ഇറഗുലർ ആവുമ്പോൾ എന്താണ്? ഡിഡ് ദ വെർബ് സിംപ്ലി ആഡഡ് ED ടു മേക്ക് ദ പാസ്റ്റ്. ED ചേർക്കാതെ അത് പാസ്റ്റ് ആയിക്കണമെങ്കിൽ അതെന്താണ്? അല്ലെ, ED ചേർക്കാതെ പാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇറഗുലർ വെർബ് ആണ്. ഇവിടെ ED ചേർത്തിട്ടാണ് വന്നതെങ്കിൽ യെസ്, ED ചേർക്കാതെയാണ് പാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ED ചേർക്കാതെ മീൻസ് നോ ആണ്. വിത്തൗട്ട് ED ആണെങ്കിൽ ഇറഗുലർ വെർബ് ആണ്. ഗോ, വെന്റ്, കം, കെയിം, റൈറ്റ്, റോട്ട് എന്നുള്ളത് പോലെ. ഇവിടെ മോസ്റ്റ് കോമൺ ഇറഗുലർ വെർബ് നമ്മൾ വെർബിന്റെ V1 ഫോം, ബേസ് ഫോം, അതേമാതിരി V2 ഫോം, V3 ഫോം ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഗോ, വെന്റ്, ഗോൺ. V3 ഫോം ആണ് ഗോൺ. കം, കെയിം, കം. കം എന്ന് പറയുമ്പോൾ വീണ്ടും അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഈറ്റ്, ate, eaten. റൈറ്റ്, wrote, written. സിംഗ്, sang, sung. ഡ്രിങ്ക്, drank, drunk. See, saw, seen. Give, gave, given. Take, took, taken. Speak, spoke, spoken. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇറഗുലർ വെർബുകളാണ്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇറഗുലർ എന്ന് യൂസ് ചെയ്യുക. ED ആഡ് ചെയ്തിട്ട് വരുന്നതിനെ നമ്മൾ റെഗുലർ എന്നും പറയും. ഇനി 9th ടൈപ്പ് ഓഫ് വെർബ് ആണ് ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിനിറ്റ് വെർബ് എന്താണ്? എ വെർബ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ടെൻസ്, പേഴ്സൺ ഓർ നമ്പർ. ഇപ്പൊ വെർബ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് മാറുമ്പോൾ? ടെൻസ്. ഇപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെർബ് മാറും, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെർബ് മാറും, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെർബ് മാറും. പേഴ്സൺ അനുസരിച്ച്, പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ, അല്ലെങ്കിൽ ഐ ആണ്, യു ആണ്, ഹി ആണ്, ഷീ ആണ്, അങ്ങനെ പേഴ്സൺ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? വെർബ് മാറും. ഇനി എല്ലാം നമ്പർ ആണ്, സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സെന്റൻസ് ആവുമ്പോൾ അതിനനുസരിച്ച് വെർബ് മാറും, പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെർബ് മാറും. അങ്ങനെ ടെൻസും പേഴ്സണും നമ്പറും അനുസരിച്ച് വെർബിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയാണ് നമ്മൾ ഫിനിറ്റ് വെർബ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ അതേപോലെ തന്നെ ഇൻഫിനിറ്റ് വെർബ് പറയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഫിനിറ്റ് മീൻസ് ലിമിറ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണോ ലിമിറ്റ്, നമുക്ക് ലിമിറ്റഡ് ആണ്. അതിന് എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതേ സ്റ്റാൻഡിൽ നിൽക്കുന്നതല്ല. ടെൻസ് മാറുന്നതിനനുസരിച്ച് അത് ലിമിറ്റഡ് ആണ്. അത് ആ ഒരു മാറ്റത്തിനനുസരിച്ച് അത് ഒതുങ്ങണം. പേഴ്സൺ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഐ, യു, ഹി, ഷീ ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? അത് മാറണം. ഇപ്പൊ യു ആണെങ്കിൽ നമ്മൾ യു ആർ എന്നാണ് കൊടുക്കുക, ഹി ആണെങ്കിൽ ഹി ഈസ് ആണ് വരിക. അപ്പൊ അങ്ങനെ പേഴ്സൺ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? മാറണം. ഷീ ആർ നമ്മൾ പറയില്ല, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വീഡിയോ കണ്ട് വന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഐ വരുന്ന സമയത്ത് ഐ ആം, അല്ലെ, യു വരുന്ന സമയത്ത് യു ഹാവ് അല്ലെങ്കിൽ യു ആർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. യുവിൽ ഒരിക്കലും നമ്മൾ ഈസ് യൂസ് ചെയ്യൂല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? ഇവിടെ ഈ ഒരു ഫിനിറ്റ് വേർബിൽ ചേഞ്ചസ് വരും. ഇപ്പൊ ഹീ ആവുമ്പോൾ ഹീന്റെ കൂടെ വരുന്ന വേർബ് ഈസ് ആയിരിക്കും, അല്ലെ, അത് ലിമിറ്റഡ് ആണ്. ഹീന്റെ കൂടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈസ്. ഇനി ആ കേസിൽ പേഴ്സന്റെ കേസിൽ യു വരികയാണെങ്കിലോ, യു വരുമ്പോൾ വീണ്ടും വേർബ് ലിമിറ്റഡ് ആണ്, അല്ലെ, ചുരുങ്ങിപ്പോയി. ആർ ആണ് യൂസ് ചെയ്യുക. ഇവിടെ സോ ഫിനിറ്റ് വേർബ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് ആൻഡ് ടെൻസ്. അപ്പൊ ഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത് ചേഞ്ചസ് അക്കോർഡിംഗ് ടു സബ്ജക്ട് ആൻഡ് ടെൻസ്. പിന്നെ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഹി റൈറ്റ്സ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആവുമ്പോൾ വേർബ് എന്താണ്? സിംഗുലർ ആണ്. ഇപ്പൊ റൈറ്റ്സ്, എസ് ഇവിടെ ചേർത്തുകൊണ്ട് അത് പ്ലൂരൽ ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകൾ ആരും ഇല്ലല്ലോ. അപ്പൊ ഹി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എസ് എന്താണ്? സിംഗുലർ ഫോമിനെയാണ് നമ്മൾ എസ് എന്ന് ചേർക്കുക. പ്ലൂരൽ ഫോമിന് നമുക്ക് എന്തുണ്ടാവില്ല? എസ് ഉണ്ടാവില്ല. അപ്പൊ ദേ റൈറ്റ് എന്ന് പറയുമ്പോൾ ദേ പ്ലൂരൽ ആണ്, അതുകൊണ്ട് വേർബും പ്ലൂരൽ ആയി. ഷീ റോട്ട്, അല്ലെ, പാസ്റ്റ് ആണ്.
അപ്പോൾ അത് പാസ്റ്റ് ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വേർബ് മാറുന്നുണ്ട്. റൈറ്റ് തന്നെ വന്നോ അവിടെ? ഇല്ലല്ലോ. ഇത് ടെൻസ് പാസ്റ്റ് ആയതുകൊണ്ട് വേർബ് എന്ത് ചെയ്തു, റോട്ട് എന്നുള്ള രീതിയിലേക്ക് പാസ്റ്റിലേക്ക് മാറി. അപ്പൊ ദ വേർബ് ചേഞ്ച്, വേർബുകൾ ഇങ്ങനെ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ അങ്ങനെ മാറുന്ന വേർബിനെയാണ് നമ്മൾ ഫിനിറ്റ് വേർബ് എന്ന് പറയാം. ദ വേർബ് ചേഞ്ചസ് ബിക്കോസ് ദ സബ്ജക്ട് ചേഞ്ച്, സബ്ജക്ട് മാറുന്നുണ്ട് അല്ലെ, റൈറ്റ്സ് ആയി ഫിനിറ്റ് വേർബ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക, പ്രസന്റിൽ നോക്കുക. ഷീ റൈറ്റ് എ ലെറ്റർ അല്ലെ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ അത് പ്രസന്റ് ടെൻസ് ആണ്, ഷീ തന്നെയാണ്, പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് ഷീ സിംഗുലർ ആണ്, സിംഗുലർ വേർബ് വന്നു അല്ലെ, വേർബ് സിംഗുലർ ആകുമ്പോൾ എസ് ആഡ് ചെയ്യും. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇനി ഈ സംഭവം തന്നെ പാസ്റ്റിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്തു, വേർബ് മാറി അല്ലെ, വേർബ് റോട്ടായി. ഷീ റോട്ട് എ ലെറ്റർ. അപ്പൊ സെന്റൻസിന്റെ ടെൻസ് മാറുന്നതിനനുസരിച്ച് ഇവിടെ ഷീക്ക് പകരം ദേ ആണെന്നെങ്കിലോ, ദേ റോട്ട് എ ലെറ്റർ അല്ലെ, ദേ റിട്ടൺ. ഷീ റൈറ്റ് ആവുമ്പോ ഇവിടെ ദേ ആണെങ്കിലോ, അപ്പൊ അതിനനുസരിച്ച് ടെൻസ് മാറുന്നതിനെയാണ് എന്ത് ചെയ്യുക, ദേ റൈറ്റ് എന്നാ വരിക അല്ലെ. എസ് സിംഗുലർ ആവോ? അല്ല, ദേ എന്ന് വരുന്ന സമയത്ത് പ്ലൂറൽ ആവും. ഇവിടെ കൊടുത്താൽ മതി, ദേ റൈറ്റ്. ഷീ റൈറ്റ്സ്. സിംഗുലർ ആവുമ്പോൾ ഷീ എന്ന് പറയുന്ന ഒരാളുള്ളൂ, സിംഗുലർ ആവുമ്പോൾ റൈറ്റ്സ്. അപ്പൊ ദ വേർബ് ചേഞ്ച് ബിക്കോസ് ദ ടെൻസ് ചേഞ്ച്, ദെയർഫോർ ഫിനിറ്റ് വേർബ്. ഇവിടെ ഫിനിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യൽ എങ്ങനെയാ, ഡസ് ദ വേർബ് ഷോ ടെൻസ്, ടെൻസ് കാണിക്കുന്നുണ്ടോ ആ വേർബ്? അതല്ലാതെങ്കിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്, സബ്ജക്ട് അനുസരിച്ചിട്ട് അത് മാറുന്നുണ്ടോ? അങ്ങനെയാണെന്നെങ്കിൽ അതെന്തായി, ഫിനിറ്റ് വേർബായി. ഒരു ഫിനിറ്റ് വേർബിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ കുറച്ചും കൂടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെന്റൻസ് നോക്കൂ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. ദ വേർബ് റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറഞ്ഞിരുന്നത്, അത് ആരാണ് എന്നുള്ളത് അല്ലെ, അത് ഒരാളുള്ളൂ അല്ലെ, സിംഗുലർ ആണ് എന്നുള്ളത് നമുക്ക് ഈ റൈറ്റ്സ് എന്നുള്ള ഒരൊറ്റ വേർബ് കൊണ്ട് മനസ്സിലാവും. പിന്നെ അത് റൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ റോട്ടോ റിട്ടൺ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ സെന്റൻസ് പ്രസന്റിലാണെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇത് മാറുന്നതിനനുസരിച്ച് വേർബ് മാറും. അപ്പൊ റൈറ്റ് ഈസ് കംപ്ലീറ്റ് വേർബ്, ഫിനിറ്റ് വേർബ്. ഇനി ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ. ദർ ആർ ടു വേർബ്, ഒന്ന് വാണ്ട് ആണ് അല്ലെ, പിന്നെ ഒന്ന് ടു റൈറ്റ് ആണ്. ഇവിടെ ഏത് സെന്റൻസ് ആണ് ഏത് വേർബാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കുന്നത്? ഐ വാണ്ട്, ഐ ടു റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല, ഐ വാണ്ട് അല്ലെ. അപ്പൊ വാണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഐ വാണ്ട് എനിക്ക് വേണം, ദെൻ പ്രസന്റ് ആണ് അല്ലെ, പ്രസന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ലെറ്റർ എഴുതണം. ഷീ വാണ്ട് ഈസ് ദ ഫിനിറ്റ് വേർബ്, അതുകൊണ്ട് തന്നെ വാണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഫിനിറ്റ് വേർബ് ആണ്. ഇനി വാട്ട് അബൌട്ട് ടു റൈറ്റ്? ഇപ്പൊ ഇവിടെ ടു റൈറ്റ് എന്നുള്ളൊരു കേസ് വന്നു അല്ലെ. ഇവിടെ വാണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ അല്ലെങ്കിൽ ആ സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കുന്ന വേർബാണ് എന്ത്, വാണ്ട് എന്ന് പറയുന്നത്. ഇനി ടു റൈറ്റ് എന്ന് പറയുന്ന കേസിലേക്ക് ഹൂ റൈറ്റ്, അങ്ങനെ ഒന്നും അവിടെ പറയുന്നുണ്ടോ? ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വാണ്ട് എന്നുള്ളിടത്താണ് ഐ എന്നുള്ളത് വരുന്നത്. ആർക്ക് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഹൂ റൈറ്റ്സ് എന്നുണ്ടോ? ഇല്ല, വാണ്ട് എന്നുള്ളത് വരുന്നത് കൊണ്ട് മാത്രമാണ് ഐ വാണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ വാണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫിനിറ്റ് ആയിട്ട് വരുന്നത്. then when the writing happen, എപ്പോഴാണ് എഴുതുന്നത്, ടെൻസ് ആ ടു റൈറ്റിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല, ടു റൈറ്റിനെ പറയുന്നുള്ളൂ. സോ ഇറ്റ്സ് ഓൺലി given the idea of writing. so to write എന്ന് പറയുന്നത് എന്താണ്, ഫിനിറ്റ് വേർബ് ആണ്. ഓക്കെ, നോൺ ഫിനിറ്റ് വേർബ് ആണ്. ഇനി ഒന്നും കൂടെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇവിടെ ഫിനിറ്റിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹി പ്ലേസ് ഫുട്ബോൾ. ഇവിടെ പ്ലേസ് ആണ് എന്ത് ചെയ്യണത്, വേർബ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ആര്, ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ, ഹി ഉണ്ട്. അപ്പൊ പ്ലേസ് എന്നുള്ള വേർബ് നോക്കുന്ന സമയത്ത് ഹൂ എന്നുള്ളതിന് ഹീന്ന് ആൻസർ ഉണ്ട്. വെൻ പ്ലേസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്, പ്ലേഡ് അല്ല, പാസ്റ്റ് ഫോം അല്ല വന്നിട്ടുള്ളത്, അപ്പൊ പ്രസന്റ് ആണ്. അപ്പൊ അത് ഫിനിറ്റ് ആണ്, നമുക്ക് അതിന്റെ ടെൻസ് കിട്ടുന്നുണ്ട്, ആര് എന്നുള്ള ആൻസറും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്തായി, പ്ലേസ് ആണ്, വെച്ചാൽ ഫിനിറ്റ് ആണ്. ഈ നോൺ ഫിനിറ്റ് ആകുമ്പോഴോ, ഹി ലൈക്സ് ടു പ്ലേ ഫുട്ബോൾ എന്നുള്ള സെന്റൻസ് നോക്കുക. ഇവിടെ വേർബ് ടു പ്ലേ അല്ലെ, ടു പ്ലേ ആണ് ഇവിടെ വേർബ് വരുന്നത്. അപ്പൊ നമുക്ക് ഹൂ പ്ലേ എന്നുണ്ടോ, ഇവിടെ ലൈക്സ് എന്ന് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹി എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ടു പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ടു പ്ലേ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആര് എന്നുണ്ടോ, ആര് എന്നുള്ള ആൻസർ കിട്ടുന്നില്ല, അതിനോട് ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. വെൻ എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല അത്. സോ അതെന്താണ്, നോൺ ഫിനിറ്റ് ആണ്. ഇവിടെ ഒന്നുകൂടെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്.
ഹി ലൈക്സ് ടു പ്ലേ ഫുട്ബോൾ. പ്ലേ നോക്ക്, ഐ ലൈക്ക് ടു പ്ലേ എന്ന് പറയുമ്പോൾ ഹി ലൈക്ക് ടു പ്ലേ, ദേ ലൈക്ക് ടു പ്ലേ, വി ലൈക്ക് ടു പ്ലേ. ഇവിടെ ടു പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഹി ആണോ ദേ ആണോ എന്നുള്ളതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ പ്ലേസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് എസ് കൊടുത്തോണ്ട് തന്നെ സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കിട്ടി. ഇവിടെ പ്ലേ എന്ന് കൊടുക്കണോണ്ട് നമുക്ക് എന്തില്ല? ഐ ലൈക്ക് ടു പ്ലേ എന്നാണോ, ഹി ലൈക്ക് ടു പ്ലേ എന്നാണോ, ദേ ലൈക്ക് ടു പ്ലേ എന്നാണോ ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ പ്ലേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണില്ല? ചേഞ്ച് ആവുന്നില്ല. പ്ലേ എന്ന് പറയുമ്പോൾ പ്ലേ ഇവിടെ മാറുന്നുണ്ടോ? ഇല്ല. സബ്ജക്റ്റുകൾ മാറുന്നുണ്ട്. ഐ ആവുന്നുണ്ട്, ഹി ആവുന്നുണ്ട്, ദേ ആവുന്നുണ്ട്, വി ആവുന്നുണ്ട്. സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പക്ഷെ ആ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് പ്ലേ മാറുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്ലേസ് എന്ന് പറയുമ്പോൾ ഐ ആവുമ്പോ പ്ലേ, യു ആവുമ്പോ പ്ലേ, ഹി ആവുമ്പോ പ്ലേസ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു പ്ലേസ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. എസ് കൊടുത്തോണ്ട് തന്നെ സിംഗുലർ ആണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സെന്റൻസുകളൊക്കെ മാറുന്നുണ്ടെങ്കിലും വേർബ് എന്ത് ചെയ്യുന്നില്ല? ഫിനിറ്റ് അല്ലെ, ചേഞ്ച് ആവുന്നില്ല. ഇവിടെ വേർബ് എന്ത് ചെയ്യുന്നുണ്ട്? സെന്റൻസ് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വേർബ് ചേഞ്ച് ആവുന്നുണ്ട്. പ്ലേ ആവുന്നുണ്ട്, പ്ലേസ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ടൊന്നും എന്ത് മാറുന്നില്ല? നമ്മളുടെ വേർബ് മാറുന്നില്ല. അപ്പൊ അങ്ങനെ പ്ലേ ചേഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ ഫിനിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫിനിറ്റ് വേർബ് എന്ന് പറയുമ്പോൾ ഫിനിറ്റ് വേർബിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമുക്ക് പ്ലേസ് എന്ന് കൊടുക്കുന്ന സമയത്തല്ലേ, PLAYS പ്ലേസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരാണ് സബ്ജക്റ്റ്, സിംഗുലർ ആണ് എന്നുള്ളത്, ഹി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ടു പ്ലേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഐ ലൈക്ക് ടു പ്ലേ കൊടുത്താലും ഇവിടെ സബ്ജക്റ്റ് സിംഗിൾ ആണ്, പക്ഷെ പ്ലേ ആണ്. ഹി ലൈക്ക് ടു പ്ലേ എന്ന് കൊടുക്കുമ്പോഴും സബ്ജക്റ്റ് സിംഗിൾ ആണ്. ദേ ലൈക്ക് ടു പ്ലേ എന്ന് കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. വി ലൈക്ക് ടു പ്ലേ കൊടുക്കുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ച് വേർബ് ചേഞ്ച് ആവുന്നില്ല. അപ്പൊ ചേഞ്ച് ആവാത്തതിനെ നമ്മൾ നോൺ ഫിനിറ്റ് എന്നും, ചേഞ്ച് ആവുന്നതിനെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ചേഞ്ച് ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഫിനിറ്റ് വേർബ് എന്നും പറയും. അപ്പോൾ ഫിനിറ്റും നോൺ ഫിനിറ്റ്, ഫിനിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നോൺ ഫിനിറ്റ് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നോൺ ഫിനിറ്റും കൂടെ വെച്ചിട്ട് ഫിനിറ്റ് പറഞ്ഞു തന്നത്. ഇനി നമ്മളുടെ ലാസ്റ്റ് ഫോം ഓഫ് വേർബ് ഫിനിറ്റ്, നോൺ ഫിനിറ്റ് വേർബ് അല്ലെ. നോൺ ഫിനിറ്റ് വേർബ് ലാസ്റ്റ് ഫോം ഓഫ് വേർബ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എ നോൺ ഫിനിറ്റ് വേർബ് ഡസ് നോട്ട് ഷോ ടെൻസ് ഓർ എഗ്രിമെന്റ്. ടെൻസോ എഗ്രിമെന്റോ കാണിച്ചു തരാത്ത ടൈപ്പ് ഓഫ് വേർബ് ആണ് എന്ത്? നോൺ ഫിനിറ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ സെന്റൻസിൽ ഇതിന് മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹി വാണ്ട്സ് ടു പ്ലേ എന്ന് പറഞ്ഞു. ടു പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ആ ടെൻസ് കാണിക്കുന്നുണ്ടോ? ഇല്ല. എഗ്രിമെന്റ് കാണിക്കുന്നുണ്ടോ? ഇല്ല. എപ്പോഴേ കാണിക്കുന്നുള്ളൂ? ഹി പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അല്ലെ, എസ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ടെൻസും അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാവാം. അപ്പൊ അങ്ങനെ ടെൻസോ എഗ്രിമെന്റോ കാണിക്കാതെ വരുന്ന വേർബിനെയാണ് നമ്മൾ നോൺ ഫിനിറ്റ് വേർബ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, യൂഷ്വലി ടു പ്ലസ് വേർബ് ആണ് ഇൻഫിനിറ്റ് വേർബിൽ വരിക. അതിന് ടു റൈറ്റ്, ടു റീഡ്, ടു സിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ഫിനിറ്റിൽ വരും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നെങ്കിൽ നോൺ ഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വേർബിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ടെൻസും എഗ്രിമെന്റും ഒന്നും ചേഞ്ച് ആവാതെ തന്നെ വരുന്നതിൽ 3 ടൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഇൻഫിനിറ്റ് വേർബ്, അതേപോലെ തന്നെ ജെറന്റ് ആൻഡ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇത് ഓരോന്ന് എന്താന്നുള്ളത് നോക്കാം. ഇൻഫിനിറ്റിലാണ് എന്ത് വരുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടു വെച്ചിട്ട് വരുന്നത്. ടു റൈറ്റ്, ടു റീഡ്, ടു സിങ്. ഈ ടു വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ എന്തിനുള്ളതാണ്? ഇൻഫിനിറ്റിനുള്ള എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ ടെൻസ് അതേപോലെ തന്നെ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? വേർബിൽ മാറ്റം വരുന്നില്ല. വേർബ് അല്ലെങ്കിൽ വേർബ് കാണിക്കുന്നില്ല. വേർബ് നോക്കിയാൽ നമുക്ക് അതിന്റെ ടെൻസ് മനസ്സിലാവില്ല, എഗ്രിമെന്റ് മനസ്സിലാവില്ല. അങ്ങനെ ആവുമ്പോൾ അതെന്താണ്? ഇൻഫിനിറ്റിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരും. ടു റൈറ്റ്, ടു റീഡ്, ടു സിങ്. സെന്റൻസ് ഐ വാണ്ട് ടു സ്റ്റഡി അല്ലേ. ഐ വാണ്ട് ടു സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് എടുത്ത് നോക്കുക. ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിന്റെ ഒരു എഗ്രിമെന്റ് എന്താണ് ടെൻസ് എന്താണെന്ന് മനസ്സിലാവില്ല. ഐ വാണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഹു, ഐ എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. ടു സ്റ്റഡി ഹു എന്ന് പറയുമ്പോൾ ഹി ആണോ ഷീ ആണോ ദേ ആണോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ടു വെച്ച് വരുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് നോൺ ഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത്. ഇനി അതിലെ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. വേർബിന്റെ കൂടെ ING ആഡ് ചെയ്യുന്നത് ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് വേർബ് ആക്ടിങ് ആസ് ആൻ അഡ്ജക്റ്റീവ്. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത 2 സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ മനസ്സിലായല്ലോ അല്ലെ. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്
ടു പ്ലസ് വേർബ് വരുന്നതാണ് ഇൻഫിനിറ്റ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നോൺ ഫിനിറ്റ് വേർബിൽ വരുന്നതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അത് വേർബ് പ്ലസ് ING ആക്ടിങ് ആസ് എ നൗൺ. വേർബാണ്, പക്ഷെ നൗൺ പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. നൗൺ പോലെ ആക്ട് ചെയ്യുന്ന വേർബിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുക. ING വേർബിന്റെ കൂടെ എന്ത് ചെയ്യും? ING വരും. എക്സാമ്പിൾ നോക്കൂ. റീഡിങ് ഈസ് യൂസ്ഫുൾ. ഇപ്പൊ റീഡ് എന്ന് പറയുന്നത് എന്താണ്? വേർബാണ്. റീഡ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ING വരും. അപ്പൊ എന്ത് ചെയ്ത ഒരു നൗണ് പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത്? നൗൺ പോലെ ആക്ട് ചെയ്യുന്ന വേർബുകളെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയാം. സ്വിമ്മിങ് ഈസ് ഹെൽത്തി. അപ്പൊ സ്വിം എന്ന് പറയുന്ന വേർബ് അതിന്റെ കൂടെ ING എന്ന് പറയുമ്പോൾ ഈ സെന്റൻസിൽ എന്താണ്? നൗണ് പോലെയാണ്. ഇപ്പൊ എക്സാമ്പിളുകൾ ഉണ്ട്. വേർബ് എന്ത് ചെയ്യുന്നുണ്ട്? റീഡ്, റൈറ്റ്, സിങ്, സ്വിം, ഇതൊക്കെ ആക്ഷൻസ് ആണ്. അപ്പൊ എന്താണ് നൗണ്? നമ്മൾ വാട്ട് ഈസ് എ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലല്ലേ ഫസ്റ്റിനെ പഠിച്ചിട്ടുണ്ട്. വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ കാണിക്കാനാണ്. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിമിംഗ് വേർഡ് ആണ്. ബുക്ക്, പെന്ന്, അലി, സ്കൂൾ, ഇതൊക്കെ എന്താണ്? നൗൺ ആണ്. ഒന്നെങ്കിൽ നൗൺ എവിടെ വരാം? നൗൺ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ നൗൺ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരാം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഈ ഒരു സെന്റൻസ് നോക്കുക. അലി റീഡ്സ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ്, അലി എന്താണ് ഇവിടെ? നൗൺ ആണ്. റീഡ് എന്ന് പറയുന്നത് ഇവിടെ വേർബ് ആണ്. ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും നൗൺ ആണ് അല്ലെ? അപ്പൊ അതൊരു നോർമൽ സെന്റൻസ് ആണ്. ഈ ഒരു നോർമൽ സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്തൊക്കെയാണ്? അലി റീഡ്സ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ അലി റീഡ്സ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ അലി നൗൺ ആണ്, റീഡ് ആണ് ഇവിടെ വേർബ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ബുക്ക് എന്താണ്? നൗൺ ആണ്. ഇത് നോർമൽ സെന്റൻസ് ആണ്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കുക. റീഡിങ് ഈസ് ഫൺ. ഇവിടെ എന്താണ് ഫൺ? വാട്ട് ഈസ് ഫൺ എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ഫൺ എന്ന് ചോദിച്ചാൽ എന്താണ്? റീഡിങ് ഈസ് ഫൺ. അപ്പൊ റീഡിങ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെ കേസിൽ വരുന്നത് ആരാണ്? സോ റീഡിങ് ഈസ് ദ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ്. ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? റീഡിങ് ആണ്. ആൻഡ് സബ്ജക്റ്റ് ആർ യൂഷ്വലി നൗൺ. സാധാരണഗതിയിൽ സബ്ജക്റ്റുകളൊക്കെ എന്താണ്? നൗൺ ആണ് ആവാറ് അല്ലെ? സാധാരണഗതിയിൽ സബ്ജക്റ്റുകളൊക്കെ എന്താണ്? നൗൺ ആണ് ആവാറ്. അതുകൊണ്ട് തന്നെ റീഡിങ് ഈസ് ആക്ടിങ് ലൈക്ക് എ നൗൺ. ഈ ഒരു സെന്റൻസിൽ റീഡിങ് എന്ന് പറയുന്ന വേർബ് ശരിക്കും എന്താണ്? നൗൺ ആണ് അല്ലെ? നൗണിന്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്, സബ്ജക്റ്റിന്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇത് ഒറിജിനലി എന്താണ്? നൗൺ ആണോ? അല്ല. ഒറിജിനലി ഇത് വേർബാണ്. റീഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ് അല്ലെ? റീഡ് എന്ന് പറയുന്ന ഒരു ആക്ഷനെ നൗണ് പോലെ വേഷം കെട്ടിച്ചിട്ടാണ് ഈ സെന്റൻസിൽ നിർത്തിയിട്ടുള്ളത്. ബട്ട് isn't reading a verb? പക്ഷെ ശരിക്കും റീഡിങ് ഒരു വേർബ് അല്ലേ? ആണ്. ഇറ്റ് കംസ് ഫ്രം ദ വേർബ് റീഡ് അല്ലെ? റീഡിങ് എന്ന് പറയുന്ന ഒരു വേർബ് എന്നാണ് എന്ത് ചെയ്യുന്നത്? റീഡിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് എന്താണ്? ജെറണ്ട് ആണ്. എന്ന് വെച്ചാല് വേർബ് പ്ലസ് ING, വേർബ് പ്ലസ് ING. എന്നാൽ എന്താണ്? സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് വേർബിനെയാണ് നമ്മളിവിടെ ജെറണ്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്. ജെറണ്ട് സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? വേർബ് പ്ലസ് ING വരും. അപ്പൊ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് നമ്മള് നോൺ ഫിനിറ്റ് വേർബില് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് വേർബ് വരും. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ജെറണ്ട് ആണ്. അത് വേർബ് പ്ലസ് ING ആണ്. എന്നുവെച്ചാൽ ആക്ടിങ് ആസ് എ നൗൺ. ഒരു സെന്റൻസിലെ നൗണ് പോലെ ആക്ട് ചെയ്യും. എന്നാൽ ശരിക്കും നൗൺ ആണോ? അല്ല, വേർബ് ആണ് അല്ലെ? അപ്പൊ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു വരികയാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞു വരുമ്പോ അത് ഒരു ആക്ഷൻ ആണോ? അല്ല. അത് വേർബ് ആണോ? അല്ല. ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആണ്. അതിന് നമ്മൾ വേർബ് ആവില്ല. അപ്പൊ അത് സെന്റൻസിലെ വേറൊരു ഫോം ആയിട്ട് വരും. ഇവിടെ റീഡിങ് ഈസ് ഫൺ. റീഡിങ് എന്ന് പറയുന്നത് ഇവിടെ സെന്റൻസിൽ നൗൺ ആയിട്ട് യൂസ് ചെയ്യും. ബട്ട് ഇറ്റ്സ് എ വേർബ്. അപ്പൊ അതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇൻഫിനിറ്റ് വേർബിൽ വരുന്നതാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വേർബ് ആണ്. എന്തുപോലെ യൂസ് ചെയ്യും? അഡ്ജക്റ്റീവ് പോലെ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നൗണ് പോലെ യൂസ് ചെയ്യും, കൂടെ ING കൂടെ ചേർക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ജെറണ്ട് ആയി. പക്ഷെ ഇവിടെ ശരിക്കും എന്താണ്? വേർബിന്റെ ഫോമിലായിരിക്കും, പക്ഷെ അഡ്ജക്റ്റീവിന്റെ ജോബാണ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. എ ബ്രോക്കൺ ചെയർ അല്ലെ? ബ്രോക്കൺ ചെയർ എന്ന് പറയുന്ന ഒരു സെന്റൻസ് എടുക്കുക. അപ്പൊ ഇവിടെ ഏത് വേർബാണ്? വിച്ച് വേർഡ് ഡിസ്ക്രൈബ്സ് ദ ചെയർ? ചെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ബ്രോക്കൺ ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നൗണിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം.
ഇവിടെ ചെയർ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്? ബ്രോക്കൺ. ശരിക്കും അഡ്ജക്റ്റീവ് ആണോ? അല്ല. കാരണം എന്താണ്? ബ്രോക്കൺ എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ആണ്. വെച്ചാല് വേർബിന്റെ ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ എന്ന് പറയുന്ന വേർബിന്റെ V3 ഫോം ആണ് എന്ത്? V3 ഫോം ആണ് ഇവിടെ ബ്രോക്കൺ. അപ്പൊ അതുകൊണ്ട് തന്നെ വേർബ് ആണ്, ബട്ട് ആക്ട് ലൈക്ക് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് പോലെ ആക്ട് ചെയ്യുന്ന വേർബിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇപ്പൊ ഗേളിനെ എങ്ങനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗേളിനെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലെ. പക്ഷെ ബ്യൂട്ടിഫുൾ വേർബ് ആണോ? അല്ല. അപ്പൊ ഇത് ശരിക്കും അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ ബ്രോക്കന്റെ കേസ് വരുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണോ? അപ്പൊ ബ്യൂട്ടിഫുൾ എടുക്കുക. അപ്പൊ ബ്യൂട്ടി, ബ്യൂട്ടഡ്, ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേർബിന്റെ 3 ഫോം അതിന് കൊടുക്കാനുണ്ടോ ബ്യൂട്ടിക്ക്? ഇല്ല. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ശരിക്കും അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ എ ബ്രോക്കൺ ചെയർ എന്ന് പറയുന്ന സെന്റൻസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ആക്ഷൻ ആണ് അല്ലെ. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, വേർബ് ആണ്. അപ്പൊ ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ എന്ന് പറയുന്ന വേർബിന്റെ ഫോം എന്ന് വന്നിട്ടുള്ളതാണ്. എന്നാൽ അതെന്താണ്? ആ സെന്റൻസിൽ അഡ്ജക്റ്റീവിന്റെ ജോബ് ചെയ്യുന്നുണ്ട്. അഡ്ജക്റ്റീവിന്റെ ജോബ് ചെയ്യുന്നുണ്ട്. വേർബ് ഫോം ആയിരിക്കും പ്ലസ് അഡ്ജക്റ്റീവിന്റെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പാർട്ടിസിപ്പിൾ. ഇപ്പൊ എന്താണ്? നോൺഫിനിറ്റീവില് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവിന്റെ ജോബ് ചെയ്യുന്ന വേർബുകളെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയാം. നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു നോൺ പാർട്ടിസിപ്പിൾ. ഒന്ന് നോൺ ഡെഫിനിറ്റിൽ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. ഒന്ന് എന്താണ്? ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ഇത് പറഞ്ഞു. എന്താണ്? 2+ വേർബ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ജെറണ്ട് ആണ്. പിന്നെ നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ജെറണ്ട് എന്ന് പറയുന്നത് നൗണിന്റെ പൊസിഷനിൽ അല്ലെങ്കിൽ നൗൺ ആയിട്ട് ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്ന വേർബ് ആണ് ജെറണ്ട്. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വേർബ് ഫോം ആണ്, അഡ്ജക്റ്റീവിന്റെ ജോബ് ചെയ്യുന്ന വേർബ്. അപ്പൊ ഇതാണ് പാർട്ടിസിപ്പിൾ. ഇത്രയാണ് നമ്മളെ 10 ടൈപ്പ് ഓഫ് വേർബ്. എന്താണ്? ട്രഡീഷണൽ ഗ്രാമറിയൻസ് പറഞ്ഞിട്ടുള്ള 10 ടൈപ്പ് ഓഫ് വേർബ്. ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് വേർബ് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് എന്ത്? ട്രഡീഷണൽ ഗ്രാമറിയൻസ് വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മോഡേൺ ഗ്രാമറിയൻസ് ആ ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. മോഡേൺ ഗ്രാമറിയൻസിന്റെ വേർബ് എന്ന് പറയുന്നത് വേർബ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഏറെക്കുറെ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മെയിൻ വേർബ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടോ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതാണ് മെയിൻ വേർബ്. ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുമ്പോൾ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്സിലറി വേർബ്. പിന്നെ മോഡൽ വേർബ്സ് എന്ന് പറയുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ്, പക്ഷെ എബിലിറ്റി അല്ലെങ്കിൽ പെർമിഷൻ അല്ലെങ്കിൽ അഡ്വൈസ്, നെസസിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ വേർബ്സ് വരുന്നത്. പിന്നെ നമ്മൾ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ആണ് പറഞ്ഞത്. അതിൽ ട്രാൻസിറ്റീവ് എന്തായിരുന്നു? റിസീവിങ് ആക്ഷൻ അല്ലെ. The transitive verb has something receiving the action. Action receive ചെയ്ത് വരുന്നത്. She wrote a letter എന്ന് പറയുമ്പോൾ ആരാണ് അല്ലെ? അവിടെ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ലെറ്റർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അതെന്തായി? ട്രാൻസിറ്റീവും. ഒബ്ജക്റ്റ് വരാത്തതിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ലിങ്കിങ് വേർബ് ആണ്. ലിങ്കിങ് വേർബ് എന്ന് പറയുമ്പോൾ കണക്ട് ദ സബ്ജക്ട് ടു മോർ ഇൻഫോർമേഷൻ. സബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫോർമേഷൻ, സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള മോർ ഇൻഫോർമേഷനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. എല്ലാ ലിങ്കിങ് വേർബും എന്തായിരിക്കും? മെയിൻ വേർബ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ മെയിൻ വേർബും എന്താവില്ല? ലിങ്കിങ് വേർബ് ആവില്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ് ആണ് പറഞ്ഞത്. റെഗുലർ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ്, വേർബിൽ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടി ED യൂസ് ചെയ്ത് വരുന്നതിന്, ED ഓർ D യൂസ് ചെയ്ത് വരുന്നതിന് റെഗുലർ വേർബ്. പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ED റൂൾ ഫോളോ ചെയ്യാതെ വരുന്നതിന് നമ്മൾ ഇറഗുലർ വേർബ് എന്ന് പറയും. പിന്നെ ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വേർബ്സ് ആണ് പറഞ്ഞത്. ഫിനിറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ ടെൻസ്, പേഴ്സൺ, നമ്പറിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് മാറും? വേർബ് മാറും. നോൺ ഫിനിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേർബ് മാറൂല. അങ്ങനെ എന്താണ്? നോൺ ഫിനിറ്റ് വേർബ് ഈസ് എ ഹെൽപ്പർ വേർബ് ദാറ്റ് കനോട്ട് റൺ ദ സെന്റൻസ് ബൈ ഇറ്റ്സെൽഫ്. ഒരു സെന്റൻസിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്? ചേഞ്ച് ചെയ്യൂല നോൺ ഫിനിറ്റ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇൻഫിനിറ്റ്, അതിന്റെ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇൻഫിനിറ്റ് 2+ വേർബ് ആഡ് ചെയ്ത് വരുന്നതിന് ഇൻഫിനിറ്റ്. ജെറണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? വേർബ് പ്ലസ് ING ആഡ് ചെയ്യുന്നതിന് ജെറണ്ട് എന്ന് പറഞ്ഞു. ING ആഡ് ചെയ്ത് മാത്രമല്ല ആ സെന്റൻസിൽ ആ വേർബ് എന്താണ്? നൗണിന്റെ പൊസിഷൻ ചെയ്യുന്നതാണ് ജെറണ്ട്. പിന്നെ ലാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ വേർബ് ആണ്, പക്ഷെ അഡ്ജക്റ്റീവ് പോലെ ആ സെന്റൻസിൽ ഫംഗ്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയാം. So that's all about today's session. വേർബ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. And thank you.
നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.